ഇതാണ് നമ്മളുടെ കട. പരിപാടിക്ക് കുക്കൊക്കെ വന്നിക്കണേ. ഹായ് ചങ്ങന്മാരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു ദിവസം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പരിപാടി ചെയ്ത് തീർക്കാണ്ട്, പക്ഷേങ്കിൽ അത് നമുക്ക് 11 മണിക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനിപ്പോൾ നോക്കുമ്പോഴാണ് ഇപ്പോൾ സമയം 8:30 ആയിട്ടുള്ളൂ. ചായയൊക്കെ കുടിച്ചു, ആരും എണീറ്റിട്ടില്ല. അപ്പോൾ 11 മണി വരെ, 11 മണിയല്ല, ഒരു 10 മണി വരെ നമുക്ക് ഓടിയിട്ട് പോകാം. നമുക്ക് ഇവിടുന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോവാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇന്ന് അവിടെ പോയിട്ട് നമ്മൾ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണേ. ഞാൻ പറയാം കുറച്ചുകൂടി കഴിയട്ടെ. അപ്പോൾ തന്നെ പറഞ്ഞാണ്ട് ഞാൻ അത് ചെറിയ സസ്പെൻസൊക്കെ ഉണ്ടായിക്കോട്ടെ. ചെറുത് പറഞ്ഞാൽ കുറച്ച് നേരം ഒരു 10 മണി വരെ അല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ റെഡിയാണ്, വലയൊക്കെ വരിയിട്ട് സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം അത് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ആര്യൻ്റെ ഒപ്പന ഒപ്പന കാണാൻ പറ്റുമോ അറിയില്ല, കാണാൻ പറ്റുമെന്നാണെങ്കിൽ നമുക്കത് കാണാം. കാരണം ഇവിടെ സ്കൂളിൽ തന്നെ വെച്ചെങ്കിൽ 4-5 അംഗനവാടിത്തെ കുട്ടികളത് അങ്ങനെയൊക്കെ പരിപാടികളുണ്ട്. പിന്നെ പാട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. എന്നാലും ചെറിയൊരു ഭാഗമൊക്കെ അങ്ങനെ കാണിക്കാം, നോക്കട്ടെ. അപ്പോൾ അതുവരെ ഓട്ടം, അതിൻ്റെ ഇടയിൽ കൂടെ ഓട്ടം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാൻ, ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇറങ്ങി നോക്കട്ടെ, ഓടിക്കണം നമുക്ക്. ഓക്കെ, കൈനീട്ടം 30 രൂപ കിട്ടിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോന്നപ്പോഴേ, നമ്മുടെ നാട്ടിലുള്ളൊരു വിറ്റയാണ്. ഇവിടെ ടൗൺ സ്ക്വയർ പറഞ്ഞ നമ്മളുടെ ഒരു പാർക്കുണ്ട്, പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ചെങ്ങൈമാരെ ഞാൻ 1-2 ലോക്കലുകളൊക്കെ എടുത്തു. ഫസ്റ്റ് കൈനീട്ടം കഴിഞ്ഞിട്ട് 2 ലോക്കലെടുത്തു. ഒരു 40, ഒരു 30, പിന്നെ ഒരു 30 മൊത്തം നമ്മൾ ഓടിയത്. അങ്ങനെ 100 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ 9:45, 8:45 അങ്ങാണ്ട വന്നതല്ലേ. 9:45, 1 മണിക്കൂറായി. ഒരു 10-10:30 ഞാൻ പോകാമെന്ന് കരുതണേ. ചില ദിവസം ഓട്ടം ഉണ്ടാകുമ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് തോന്നില്ല, വേറെ ഓടിക്കും. പക്ഷെ ഇന്ന് ഓട്ടം ഉണ്ട് എന്നല്ല, ഇന്ന് അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ട്. അങ്ങനെയെങ്കിൽ സമയമായി, നമുക്ക് പോവാം, പെരിന്തൽമണ്ണയിലോട്ട് പോവാം. കാക്കിയൊക്കെ ഇട്ട് തയ്യാറാവട്ടെ. കാക്കി ഉണ്ടായിക്കോട്ടെ, കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇടയിൽ ചെക്കിങ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്താണ് പെരിന്തൽമണ്ണയിൽ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ? നമ്മൾ പോകുന്നത് ഡെക്കാത്തോളിനിലേക്കാണ്. ഡെക്കാത്തോളിനിലേക്ക് നമ്മൾ എന്തിനാണ് പോകുന്നത്? നമുക്ക് ടെന്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കിവിടെ അടുത്തുള്ളത് പെരിന്തൽമണ്ണ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഡെക്കാത്തോളിനേക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴേക്ക് 29 കിലോമീറ്റർ ആണുള്ളത്. പിന്നെ കോഴിക്കോട് ഉണ്ട്, ദൂരെ ഞാൻ നോക്കിയില്ല, എന്തായാലും 10 കിലോമീറ്റർ ഉണ്ടാവാം. എന്തായാലും 50-ന്റെ മേലെ എന്തായാലും ഉണ്ടാവും, 50-ന്റെ 60-ന്റെ ഇടയിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയില്ല, നമുക്കറിയാമല്ലോ കോഴിക്കോട് ആകുമ്പോൾ തന്നെ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ച്, അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ടെന്റ് കിട്ടിയാൽ നമ്മൾക്ക് ഒരു 10 ദിവസം കൊണ്ടൊക്കെ ക്യാമ്പിങ് എങ്ങനെയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്നലെ നമ്മൾക്ക് വേറെ കുറേ പ്രോഗ്രാമുകൾ, അതിൻ്റെ തലേ ദിവസം ഞാൻ തന്നെ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ ഇനി ഉച്ച വരെയുള്ള, ഇപ്പം സമയം എന്ന് പറയുന്നത് 10:30 ആയിട്ടുണ്ട്. 10:30 അവിടുന്ന് പോയാൽ എന്തായാലും ഒരു മീഡിയം ലെവലിൽ ഒരു 40-45 പിടിച്ചു കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂറിനടുത്തേക്കൊക്കെ എന്തായാലും പെരിന്തൽമണ്ണ എത്താൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അപ്പം അത്രയും സമയം എനിക്ക് പോയി വരാനും വേണം അത്രയും സമയം. ഉച്ച വരെയുള്ള സമയം പോയി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആര്യൻ്റെ സ്കൂളത്തെ പ്രോഗ്രാം, അപ്പോൾ അങ്ങനെ പോയി. എന്തൊക്കെയായാലും ടെന്റ് വാങ്ങാൻ തന്നെയാണ് തീരുമാനം. ടെന്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി പോകുന്ന വഴിയിലെ ഓരോ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ വണ്ടൂരിൻ്റെയും പെരിന്തൽമണ്ണൻ്റെയും ഇടയിൽ വരുന്ന ടൗണുകളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് പാസ് ചെയ്ത് അങ്ങനെ പോകാൻ നമുക്ക് ചെങ്ങൈമാരെ. അപ്പം ഇത് ചെറുകോട്, വണ്ടൂരിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് വരുന്ന ഒരു ടൗണാണ് ചെറുകോട്. ചെറുകോട്ടിലാണെന്നല്ല നമ്മൾ വന്നാണ്ട് നമ്മളുടെ പ്രൈവറ്റ് ഓട്ടോറിക്ഷ കണ്ടത് കേട്ടോ. നമ്മളുടെ പ്രൈവറ്റ് ഓട്ടോറിക്ഷ ഇവിടുത്തെ അപ്പോളിസ്റ്റിൻ്റെ വർക്കിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്തായെന്ന് അറിയില്ല. ഇവിടെ നമ്മുടെ വണ്ടി, ചുവന്ന കാറിൻ്റെ അപ്പുറത്ത് കാണുന്ന വണ്ടി നമ്മുടെ വണ്ടി. ഇപ്പം പ്രധാനമായിട്ട് പമ്പ്, മുട്ടിന് പമ്പ് വരുന്നുണ്ട്. അതൊരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കാക്കത്തോട് പാലമാണ് നമ്മൾ ഇനി കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ പാലത്തിൻ്റെ താഴത്തു കൂടെ ഒഴുകുന്ന തോടിൻ്റെ പേരാണ് കാക്കത്തോട്. ഇതാണ് കാക്കത്തോട് ബ്രിഡ്ജ്. ഓക്കെ, അങ്ങനെയെങ്കിൽ കാക്കത്തോട് ബ്രിഡ്ജും കഴിഞ്ഞ് നമ്മളങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റി.
അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം കൊടശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ്. കൊടശ്ശേരി പിന്നെ കഴിഞ്ഞ് മറാട്ടപ്പടി എത്താനായിട്ടുണ്ട് നമ്മൾ. മരാട്ടമന എന്നൊരു പറയുന്നൊരു മനയുണ്ട് ഇവിടെ, മരാട്ടമന. ഫേമസ് ആണ് ഇവിടെ കേട്ടോ മരാട്ടമനയൊക്കെ. മരാട്ടമനയിലൊരു ക്ഷേത്രമുണ്ട്, ഞാൻ അവിടേക്ക് പോയിട്ടുണ്ട്. മനയിൽ ക്ഷേത്രമാണ്, കാര്യമായ രീതിയിൽ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അതാണ് മറാട്ടപ്പടിയിൽ ചെറിയ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യമൊക്കെ വണ്ടൂരിൽ നിന്നും ഞങ്ങൾക്ക് ഒരുപാട് ട്രിപ്പ് കിട്ടിയിരുന്ന ഒരു ഏരിയയാണ് ഇതൊക്കെ, മറാട്ടപ്പടിയൊക്കെ. ഇപ്പം മറാട്ടപ്പടിയൊന്നും ട്രിപ്പില്ല, ഇപ്പം കുറവാണ് ട്രിപ്പൊക്കെ. ഇവിടെ നല്ല ട്രാഫിക്കൊക്കെ ചെറുതായിട്ടുണ്ടല്ലോ, ആളുകളുണ്ട് കേട്ടോ. പാണ്ടിക്കാട് ടൗണിലൊക്കെ ഉഷാറായിട്ട് ആളുകളുണ്ട്. ഇവിടെ തന്നെ നമ്മൾ സിഗ്നലൊന്നുമില്ല, നമ്മളൊരു മയത്തിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് പോവാം. അങ്ങനെയാണ് സാധാരണ ഇവിടെ ഉണ്ടായത്. ഇത് മഞ്ചേരി റോഡ്, ഈ പറഞ്ഞ മേലാട്ട് റോഡ്, പെരിന്തമണ്ണ റോഡ്. നമ്മൾ പെരിന്തമണ്ണ റോഡിൽ കയറിയിട്ടുണ്ട് ചെങ്ങന്മാരെ. അങ്ങനെ നമ്മൾ ഒറോമ്പറം ബ്രിഡ്ജ്, ഒറോമ്പറം പാലമാണത്. വെള്ളമൊക്കെ ഒരു മയത്തിനുള്ളൂ കേട്ടോ. ഒറോമ്പറം പാലത്തില് പുഴയില് വെള്ളമൊക്കെ ഒരു മയത്തിലുള്ളൂ. ഒരു സ്റ്റേറ്റ് ഹൈവേന്റെ വീതിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു 2 ബസ് ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഞെരുങ്ങിയേ പോവുള്ളൂ. അത് നമ്മുടെ വണ്ടൂർ തൊട്ട് പാണ്ടിക്കാട് വരെയൊക്കെ ഇതിന് വീതിയുണ്ട്. ഒറോമ്പറം പാലം കഴിഞ്ഞ ഉടനെ പിന്നെ അങ്ങോട്ടേക്ക് വീതി വളരെ കുറവാണ്. ഈ സ്ഥലം ഇതാണ് അരിക്കണ്ടം പാക്കിൽ ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അരിക്കണ്ടം പാക്ക് വരെ ഒരു ദിവസം നടന്നു പോന്നിട്ടുണ്ട് ഞാൻ വണ്ടൂരിൽ. അരിക്കണ്ടം പാക്ക് വരെ ഉണ്ടോ, ഒരു KSRTC വന്നാൽ തന്നെ ഉണ്ടല്ലോ ഞങ്ങള്. ഓ മൈ ഗോഡ്. അപ്പൊ നമ്മളങ്ങനെ ആക്കപ്പറമ്പ് എത്തിയിട്ടുണ്ട്. ആക്കപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണത്, അക്കപ്പറമ്പ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മേലാറ്റൂർ കിയാറ്റൂരൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അക്കപ്പറമ്പ് നമ്മൾ കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ അധികം ഈ വെള്ളിമുങ്ങ എന്ന് പറയുന്ന വണ്ടിയാണല്ലോ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ കിടക്കുന്നത്. ഓ മൈ ഗോഡ്. അക്കപ്പറമ്പ് റോഡല്ല കണ്ടോ, നല്ല റബ്ബറൈസറാ. പക്ഷെ വീതി ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു കാറിന് ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ട്. ആ കാറ് ഒരു ഇന്നോവയാണ്. ഇന്നോവ പോയപ്പോഴത്തിന് ട്രാക്ക് ഫുള്ളായി. ഇവിടത്തെ 2 പെട്രോൾ പമ്പ് ഒരുമിച്ച്. ഓ കൊള്ളാട്ടോ. അങ്ങനെ നമ്മൾ പൂന്താനം എത്തിയിട്ടുണ്ട്. പൂന്താനം ഇല്ലം ഒക്കെ ഈ സൈഡിലാണ് പൂന്താനം ഇല്ലം വരുന്നത്. ഇല്ലത്തേക്ക് വേണമെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ അറിയില്ല, സമയം ഉണ്ടാവാം. ഇല്ലത്തിന്റെ കവാടമാണ് അവിടെ പൂന്താനം ഇല്ലത്തേക്ക് പോകും. അവിടെ നല്ല കപ്പ കൃഷി ചെയ്തിട്ട് വീഡിയോയിൽ കാണാൻ നല്ല രസമല്ലേ, പച്ചപ്പ് ഇങ്ങനെ പരന്ന് കിടക്കുക പാടത്ത്. കൊള്ളാം. പൂന്താനം ഇല്ലം ഞാൻ ഇത്ര അടുത്താണായിട്ട് കാര്യമില്ല, ഇതുവരെ ഞാൻ പൂന്താനം ഇല്ലം സന്ദർശിച്ചിട്ടില്ല. നല്ല ഭംഗിയില്ലേ, ഫ്രണ്ടിക്ക് കാണുമ്പോഴേക്ക് നല്ല രസം. റോഡ് കാണാം. വീതി ഇല്ലെങ്കിൽ എന്താ, ചെയ്തിട്ടുള്ള പണി അടിപൊളിയാണ്. വീതി കൂട്ടണത്, വീതി ഇല്ല ഈ റോഡ്, വീതി വേണം, അതിന്റെ പ്രശ്നം. അങ്ങനെയെങ്കിൽ പട്ടിക്കാട് ലെവൽ ക്രോസിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. പട്ടിക്കാട് ലെവൽ ക്രോസ് ഇവിടെ ചെറിയൊരു ബ്ലോക്ക് കാണുന്നുണ്ട്. അതിന്റെ കാരണം ഇവിടെ ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്, അപ്പൊ അതിന്റെ പണി അവിടെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാവാം, അല്ലാതെ ഇനിയിപ്പോ ഗേറ്റ് ഇപ്പൊ തുറന്നിട്ടുള്ളാവും. പട്ടിക്കാട് റെയിൽവേ ട്രാക്കാണ് പോണത്. സ്റ്റേഷനാവാത്തല്ല, സ്റ്റേഷന് ബാക്കിലാണ് കേട്ടോ. പാലം പണി നടക്കുന്നതിനാൽ വാഹനങ്ങൾ പതുക്കെ പോവുക. അപ്പൊ പറഞ്ഞ പോലെ പാലം പണി നടക്കുന്നത് കൊണ്ട് വാഹനങ്ങൾ പതുക്കെ പോകണം. പാലം പണിയൊക്കെ എന്തായി, പില്ലറൊക്കെ നാട്ടിയോ? ഞാൻ അന്ന് ഇതിലെ പോകുമ്പോൾ ഈ പില്ലറൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ. അല്ലല്ലേ, സംഗതി ഫാസ്റ്റ് ആയിട്ട് നടക്കണ്ടല്ലോ. ഏറെക്കുറെയൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് പരിപാടി. പിന്നെ നമുക്ക് അങ്ങനെ പണിയെടുത്ത് കാണാൻ വേണ്ടി പറ്റില്ല, മറച്ചു വെച്ചേക്കാണ്. ഇവിടെ നിന്നാണ് പൊന്തേക്കാറ്. എവിടുന്ന പൊന്തണ്? ഇവിടെ നിന്നാണ് പൊന്തിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ചാടിക്കും. അപ്പൊ സെറ്റപ്പ് അല്ലേ പരിപാടി. ഇവിടെ ഈ ഒരു ലോറി ഇത് അവിടെ നിന്ന് തിരിയണ്. ഇവിടെ ആകെ ബ്ലോക്ക് ആക്കിക്കണ ആ ലോറി. ഓ മൈ ഗോഡ്. എന്താ പട്ടിക്കാട് ഇപ്പൊ ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു പാലമായിട്ട് ബന്ധപ്പെട്ടുള്ള പണിയായിട്ട് ഒക്കെ വേണം. അങ്ങനെ റോഡ് വീതിയില്ല, വലിയ വാഹനങ്ങളൊക്കെ ഒന്ന് തിരിയുമ്പോഴേക്ക് പ്രശ്നമാണ്. അങ്ങനെയെങ്കിൽ ചുങ്കം പട്ടിക്കാട് എത്തിയിരിക്കുകയാണ് നമ്മൾ. പട്ടിക്കാട് ചുങ്കം അങ്ങനെയും പറയാം, ചുങ്കം പട്ടിക്കാടൊന്നും പറയാം. എങ്ങനെയാണ് അവ ശരിക്കും പറയല്. എന്തായാലും അവിടെ എത്തിക്കണ്. നമുക്ക് അതിലപ്പോയ കരുവാരുണ്ടൊക്കെ പോവാം. നമുക്ക് നേരെ പോകേണ്ടത് പെരിന്തമണ്ണയാണ്. നമ്മൾ പെരിന്തമണ്ണ
പെരിന്തൽമണ്ണ കയറിക്കോട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു വൈറ്റ് ടൈപ്പാണ് റോഡ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വണ്ടികളെ ഇവിടെ ജോയിൻ്റ് ആവും. ആ ജോയിൻ്റ് ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ഓട്ടോ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അല്ലാത്തവരും ഉണ്ടാവാം. ഉണ്ടായത് ഇതുവഴി ഞാൻ നൈസായിട്ടൊന്ന് പോകുന്നുണ്ട്. അവളെ കടത്തി വിട്ടാലേ ഞാൻ പോകണ്ടോ? അങ്ങോട്ട് നോക്കി. ആ പോട്ടെ പോട്ടെ പോട്ടെ. ഒരു സുഖം. അങ്ങനെ ഞങ്ങൾ പട്ടിക്കാട് മാർക്കറ്റ് ഏരിയയിലേക്ക് എത്തിയാണ്. മാർക്കറ്റ് ഏരിയൻ്റെ തൊട്ടപ്പുറത്താണ് ഈ മലനിര ഉള്ളത് കേട്ടോ. അപ്പോൾ പട്ടിക്കാട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആ മല എന്ത് മലയാണ്, ആരുടെ മലയാണ്, അവിടേക്ക് നമ്മൾ ക്യാമ്പിങ് പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെയ്തോക്കാം. അപ്പോൾ മാർക്കറ്റൊക്കെ പുലർച്ചെയായിരിക്കും അതിസജീവമായിട്ട് നിൽക്കുന്നത്. ഈ നേരത്ത് ലോഡൊക്കെ പോയി എല്ലാവരും ഫ്രീ ആണ്. അത് രാത്രി സത്യം പറഞ്ഞാൽ ഇവിടെ രാത്രിയാണ് ആക്റ്റീവ് ആകുക. പിന്നെ ഇതിൽ പോകുമ്പോൾ നല്ല അത്തറിൻ്റെ സ്മെല്ലുണ്ടാവും. അത്തറ് ചില ആൾക്കാർക്ക് പറ്റൂല, അപ്പം മൂക്കൊക്കെ ഒക്കും, മനസ്സിലായല്ലേ? എനിക്കും ഒപ്പണം എന്നൊക്കെ ഉണ്ട്. പിന്നെന്താ വെച്ചാൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവും. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് പെരിന്തൽമണ്ണയുടെ ഹൃദയ ഭാഗത്തേക്ക് പോകണ്ട. പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട് നമ്മൾക്ക് ഇവിടുന്ന് റൈറ്റ് ആണ് പോകേണ്ടത്. ലെഫ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാടാണ്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പാലക്കാട് പോവാം. നേരെ പോയി കഴിഞ്ഞാൽ പട്ടാമ്പി, തൃശ്ശൂർ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ റൈറ്റ് ആണ് പോകേണ്ടത് കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഇത് ബൈപ്പാസാ. നമ്മൾ നേരെ തിരിയുന്നു, പോകുന്നു. ഇനി ഡെക്കാത്തോളിന് എവിടെയാണ് ഞാൻ ഗൂഗിൾ മാപ്പ് ചെയ്തിട്ടുണ്ട്, ഞാനിതുവരെ വന്നിട്ടില്ല. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ കൂടി കാണിക്കുന്നുണ്ട്. 1.5 കിലോമീറ്റർ അകലെയാണ്. ഒരു ബോർഡ് പോലും കാണാമല്ലോ. ബോർഡുണ്ട്. ഡെക്കാത്തോളിനെ തുറന്നിട്ടില്ലേ? നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കണേ. നമുക്ക് നൈസായിട്ട് താഴത്തേക്ക് പാർക്ക് ചെയ്താലോ? താഴത്തേക്ക് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്. ഇതൊരു വേറെ രസതാ. ഇവർക്ക് എല്ലായിടത്തും അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ കടയിനകത്തേക്ക് കയറി നോക്കാം. ഡെക്കാത്തോളിയുണ്ട്. അതായത് നമ്മൾ എടുക്കാൻ കരുതിയത് സംഭവം 3 ആൾക്കുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ ഉള്ളത് ഇല്ലല്ലേ? ഇവിടെ ഇല്ല. 3 പേർക്കുള്ളതല്ല. 3% ഉണ്ട്. പക്ഷേ പക്ഷേ എങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് എനിക്കിത് മതി തോന്നുന്നുണ്ട്. 2 പേർക്കുള്ളത് 2% മതി. നമുക്കത് എടുക്കാം, നമുക്ക് നോക്കാം. 3% ഉണ്ടോ? 3% ഉണ്ടല്ലേ? അതായത് അതിൻ്റെ ഡിസ്പ്ലേ അല്ല. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം ഇഷ്ടം പോലെ കിട്ടും. പൈസ ഉണ്ടായിരുന്നു. ചെയർ നമുക്ക് ചെയറും വാങ്ങിയാലോ നമുക്ക്. നമുക്ക് ക്യാമ്പിങ്ങിന് ഇരിക്കാനൊക്കെ വേണ്ടി പറ്റുന്ന. ആദ്യം അത് നോക്കാമല്ലേ, നമ്മൾ അവൻ്റെ പിന്നാലെ പോയിട്ടില്ലെങ്കിൽ പോകാൻ നമ്മളെ തിരഞ്ഞെടുക്കും. മൈ ഗോഡ്, ഞാൻ വന്നു. കാര്യമായ രീതിയിൽ ഓഫറൊന്നും കാണാമല്ലോടാ. ട്രക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തില്ലാത്തൊന്നുമില്ല കേട്ടോ, അല്ലാത്ത. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരു ചെയറും വാങ്ങിക്കണം, ടെൻറ്റും വാങ്ങിക്കണം. ടെൻറ്റ് 3% അല്ല, 2%. 2 പേർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അടുത്ത വീഡിയോയിലാണ് നമ്മളിതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏതായാലും ഇവിടുന്ന് ഞാൻ സാധനം വാങ്ങിയിട്ടുണ്ട്. ഡെക്കാത്തോളിനാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഇവിടെ തന്നെ വന്ന് വാങ്ങിച്ചത്. ടെൻഷനില്ല. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടൂരിലേക്ക് പോകണം. ഇനി വണ്ടൂരിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണിക്കാനുള്ള വന്ന വഴികളിലൂടെ തന്നെയാണ് പോകുന്നത്. ഞാനങ്ങനെ ഒരു പാട്ടും കേട്ടൊക്കെ അങ്ങനെ നൈസായിട്ട് പോകും. ഫോണിൻ്റെ സ്റ്റാൻഡിലൂടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്രം കേൾക്കാൻ മാത്രം പാട്ട് പോകും. എന്നാൽ ഓക്കെ, ബൈ. ഞാൻ വണ്ടൂരെത്തട്ടെ, കാണാൻ നോക്കാം. 12:26 വണ്ടൂർ ടൗണിലേക്ക് എത്തിയിരിക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡിലാണ്. ഒരു 2 മണി വരെ ഓടാം. ഇപ്പം നമ്മൾ എത്ര റുപ്യക്ക് ഓടി വെച്ചാൽ 200 റുപ്യക്ക് ഓടും. ഫസ്റ്റ് ഗ്യാപ്പിലാണ്. ടൗണിൽ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. നല്ല ചൂട്. ഇനി ഓവർകോട്ട് കിട്ടുകയാണോ അറിയില്ല. ഓവർകോട്ടൊന്നല്ല, എല്ലാവർക്കും ഉണ്ട്. ഞാൻ ചോദിച്ചു. ഇനിയിപ്പോൾ എവിടേക്കാണോ അറിയില്ല, എന്തായാലും കിട്ടട്ടെ.
ഇപ്പോൾ തിരക്കില്ലാത്തൊരു 200 രൂപ ട്രിപ്പൊക്കെ പോയിട്ട് കുറേ ആയി. കിട്ടിക്കണമെങ്കിൽ ഒരു രസമാണ്. നമ്മൾ 200 രൂപയുടെ ട്രിപ്പ് പ്രതീക്ഷിച്ചു, നമ്മൾക്കൊരു 30 രൂപയുടെ ലോക്കൽ കിട്ടി. വീണ്ടും നമ്മൾ ടൗണിലേക്ക് തന്നെയാണ്. സമയം നമുക്ക് 2 മണി വരെ ഓടാലോ. ഇവരിപ്പോൾ സമയം വല്ല നോക്കാനൊന്നുമില്ല. മൊബൈലൊക്കെ പോക്കറ്റില്ല. വാച്ച് കംപ്ലൈൻ്റ് ആയിപ്പോയി. വാച്ച് കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായി. എൻ്റെ കയ്യിൽ ഇപ്പോൾ വാച്ചില്ല. ഒരു വാച്ച് മേടിക്കണം. വാച്ച് ഉണ്ടെങ്കിൽ നല്ല രസം എൻ്റെ കൈ കാണും. വാച്ച് ഇല്ലാത്ത എൻ്റെ കൈ എനിക്ക് തന്നെ കാണുമ്പോൾ ഒരു ഇടങ്ങാറ്. നമ്മൾ കുറേ ദിവസം വാച്ച് കെട്ടിയിട്ട് പിന്നെ വാച്ച് ഇല്ലെങ്കിൽ അല്ലേ എന്തോ ഒരു സാധനം ഇവിടെ ഇല്ലാത്ത പോലെ ഭയങ്കരമായിട്ട് ഫീലേക്കാരം. എൻ്റെ വാച്ച് കംപ്ലൈൻ്റ് ആയി. എൻ്റെ വാച്ച് ഒരട്ടം കംപ്ലൈൻ്റ് ആയി. ആ വാച്ച് പിന്നെ ഞാൻ നന്നാക്കി. വീണ്ടും അത് ഒരട്ടം കംപ്ലൈൻ്റ് ആയി. നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. വീണ്ടും കംപ്ലൈൻ്റ് ആയി. വീണ്ടും ഞാൻ നന്നാക്കി. 3ാമത് കംപ്ലൈൻ്റ് ആയപ്പോഴേക്ക് അതിൻ്റെ ഉള്ളിലുള്ള അക്കങ്ങളുണ്ടല്ലോ, അക്കങ്ങളൊക്കെ ചാടി പോരൽ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനത് കംപ്ലൈൻറ്റ് നന്നാക്കിയില്ല. അത് ഓടുന്നില്ല. ഓടും, ഇടക്ക് ഓടൂല. ഇടക്കോടും, ഇടക്കോടൂല. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. ഏതായാലും ഭയങ്കര ചൂടാണ്. അതിഭയങ്കരമായ ചൂട്. ഒരു ഫാൻ നമ്മുടെ വണ്ടിയിൽ വെക്കണം. ഫാൻ ഉണ്ട് നമ്മളടുത്ത്. അതായത് നമ്മൾ യാത്രക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിരുന്ന ഒമ്മിയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിരുന്ന 2 ഫാനുണ്ട് നമ്മളടുത്ത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് നിർബന്ധം. ഒരു ലോക്കൽ കൂടി കിട്ടി. അപ്പോൾ ഞാനങ്ങനെ വീട്ടിലേക്ക് ചോറിനാൻ പോകുന്നത് 2 മണിക്ക് 5 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി 2 മണി ആയി തന്നെ പറയാം. ടെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെയാണ് അൺബോക്സ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം അൺബോക്സിംഗ് ഒന്നുമില്ല. ചോറിനട്ടെ, ചോറിനിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോകുന്നുള്ളൂ. പെരും ചൂടായി മതി. പെരും ചൂട്. 2 മണി. ആരുടെ അവിടെ കുത്തിരിക്കണ നഖമുറിച്ച മൈലാഞ്ചിയുടെ ഇന്നലെ ഇട്ടീന്നല്ല കുറച്ച്. പോകും. അപ്പം അങ്ങനെ അതായത് വെണ്ടക്ക തക്കാളിക്കറി ചോറ്, അതിലേക്ക് തക്കാളിക്കറി അല്ലേ, ഇതെന്ത് പേരിയ ബീട്രൂട്ട് പയറ്, അതിലേക്ക് തളമീൻ മാന്തള് പച്ച മാന്തള് ചുട്ടുപുകയുന്ന ഈ ചൂടത്തും ഞാൻ ഓടാൻ വേണ്ടിയിട്ട് 3 മണിക്ക് കൃത്യം എത്തിയിട്ടുണ്ട്. അപ്പോൾ 100-300 രൂപയ്ക്കല്ല നമ്മൾ ഓടിയിരിക്കണേ. അത് നമുക്ക് ഇരട്ടിപ്പിക്കണ്ടേ എങ്ങനെയെങ്കിലൊക്കെ. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ആകെ 2 ലോക്കലുകളാണ് പോയത്. അതിൽ ഒന്ന് 50, ഒന്ന് 30. ഒരു ലോക്കൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തന്നെ ആയിരുന്നു. ഇവിടെ ആകെ ചോദിക്കണമല്ലോ എന്ത് സംഭവം. കൂട്ടിയൊക്കെ നല്ലോണം കിട്ടിയിട്ടൊക്കെ ഉണ്ട് അതിലൊക്കെ. എന്തൊക്കെയായാലും ആര്യയുടെ സ്കൂളിൽ പ്രോഗ്രാമാണ്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകണം. പറ്റുവാണെങ്കിൽ അവളുടെ പ്രോഗ്രാം ഒന്ന് കാണണം. അവരുടെ ഒപ്പനയാണ്. ചിലപ്പോൾ വലിയ ഉറപ്പൊന്നുമില്ല. ഓട്ടത്തിലാണെങ്കിൽ അതൊക്കെ ഒരു ഒഴിവാകും ചെയ്യും. കാരണം നമ്മളെ കാര്യം അങ്ങനെയൊക്കെയാണ്. പിന്നെ അവിടെ ഓട്ടം ഉണ്ടാവും കേട്ടോ. സ്കൂളിൽ ഓട്ടമൊക്കെ ഉണ്ടാവും. ചെങ്ങന്മാർ ഇന്നത്തെ ലോങ് ട്രിപ്പ് മൈക്കകത്ത് ചാർജ് കഴിഞ്ഞേ. അപ്പോൾ പിന്നെ മൈക്കില്ല. അപ്പോൾ ഇന്നത്തെ ലോങ് ട്രിപ്പാണ് ഇത്. 130 രൂപയുടെ ട്രിപ്പായിരുന്നു. ഇപ്പം വാണിയമ്പലത്താണുള്ളത്. ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൻ്റെ ഇപ്പുറമാണ്. സ്റ്റേഷൻ്റെ 2nd പ്ലാറ്റ്ഫോമിൻ്റെ അടുത്താണുള്ളത്. ഇതൊക്കെ റെയിൽവേയുടെ സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇത് സ്കൂൾ റോഡാണ്. സ്കൂൾ റോഡ് എന്നാ പറയാം നമ്മളിവിടേക്ക്. കാരണം വളരെ ചെറിയ റോഡാണ്. ഈ റോഡിന് അപ്പുറത്തേക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് റെയിൽവേയുടെ സ്ഥലമാണ്. അപ്പോൾ ഒരുപാടുണ്ട് സ്ഥലം. നല്ല രീതിയിൽ സ്ഥലമുണ്ട്. ഇവിടെ ഒരു 5-8 പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കാനുള്ള സ്ഥലമുണ്ട്. ഒരു 5 എന്തായാലും ഉണ്ടാക്കാം. കാറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തൊടിയൊക്കെ ഇറക്കി കൊടുക്കണം. പിന്നെ ഈ റോഡിൽ തന്നെ കയറണം. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. ഏതായാലും 130 രൂപയുടെ ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. ആ ട്രിപ്പ് കഴിഞ്ഞു. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാട് അന്തരീക്ഷമൊക്കെ നമുക്കിവിടെ ഫീലാകും. അതൊക്കെയാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത. ചെങ്ങൈമാരെ നാട്ടിലാണ്. ഇങ്ങോട്ടൊക്കെ ഒരു ലോക്കൽ കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് സ്കൂള് വരെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. ആര്യൻ്റെ സ്കൂള് പരിപാടി ഞാൻ പറയാം. നാട് മൊത്തം ചെറുതായിട്ടൊന്ന് ചോദിക്കണത് എന്താ ഏതോ. ഏതായാലും ഇതാണ് സ്കൂളിലേക്കുള്ള വഴി. ഇതുവഴി ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓല ഭായ് എന്തിനാ കൊണ്ടാക്കാനാ? ഓക്കെ. നമ്മൾ സ്കൂളിലേക്ക് കയറിയപ്പോൾ തന്നെ നമുക്കൊരു ലോക്കൽ കിട്ടി. അത് ഫ്രണ്ട് അവൻ്റെ വൈഫിൻ്റെ അമ്മനെ അച്ഛനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് ആണ് നമുക്ക് തന്നത്.
അപ്പോൾ ഞാൻ ഇനിയും സ്കൂളിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ട്രിപ്പ് ഉണ്ടാവും കേട്ടോ. ഓടാൻ പറ്റുകയാണെങ്കിൽ ഓടാം. ഞാൻ സാധാരണ ഓടലുണ്ട്, നോക്കാം. എനിക്ക് സ്കൂളിൻ്റെ ഉള്ളിലേക്കട് കയറാൻ വേണ്ടി പറ്റണില്ല കേട്ടോ. വേറെ ഒന്നുമില്ല, അപ്പോഴേക്ക് നമുക്ക് ട്രിപ്പ് കിട്ടുകയാണ്. ഇപ്പൊ അവിടെ നിന്ന് പഠിക്കാന്നാണ് ഇപ്പൊ ഞാൻ ട്രിപ്പ് കൂടെ ഇട്ട് പോരുന്നത്. ഇതൊരു 50 രൂപയുടെ ട്രിപ്പാണ്. അങ്ങനെയെങ്കിൽ നമ്മളവിടെ എന്തായാലും ആര്യന്റെ പരിപാടി എനിക്ക് കാണണമെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കണം, സ്കൂളിൽ തന്നെ നിൽക്കണം. എപ്പോഴാ പ്രോഗ്രാം എപ്പോഴും അറിയില്ലല്ലോ നമുക്ക്. അങ്ങനെ എന്താ പറയാ, കുട്ടികളെ പരിപാടി അല്ലേ. അപ്പൊ അതൊക്കെ ഓർഡർ അനുസരിച്ച് അങ്ങനല്ലേ പോവുള്ളൂ. അപ്പൊ എന്തായാലും 10 മിനിറ്റ് മുന്നേ അറിയാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ നമ്മളവിടെ സ്ഥലത്തുണ്ടെങ്കിൽ കാണാം, ഇല്ലാന്നാണെങ്കിൽ നമുക്ക് ഓടാം. കിട്ടി ഫോണ് കിട്ടി. എന്താ പറയാ, അയക്കൂ. നമ്മുടെ ഇപ്പൊ നമ്മൾ കൊണ്ടുവിട്ട ട്രിപ്പായിരുന്നു അത്. ഒരുണ്ട് ഇതൊക്കെ വിളിക്കണ്. നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പറഞ്ഞിട്ടില്ല. എന്നോട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഞാൻ സ്കൂളിലേക്ക് പോവാണ്. സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു വിളിക്കുന്നുണ്ട്, ചോദിച്ചു നോക്കല്ലേ. ഹലോ, ഞാൻ സ്കൂളിൽ നിന്നാ മതിയോ? ഞാൻ അവിടെ ചാത്രാമ്പൂരിലാണേ. അതിനെ സ്കൂളിൻ്റെ അവിടേക്ക് വന്നാൽ മതി, ഫ്രണ്ടിക്ക്. ഓക്കെ, ഫോൺ നമ്മൾ കൈമാറിയിട്ട് ഞാൻ സ്കൂളിലേക്ക് ഇനി കയറുകയാണ്. ഇവിടെ ചെറു കുട്ടികളുടെ മക്കളുടെ ചെറു കച്ചവടങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. ജനസാഗരാണോ? ജനസാഗരം ഉണ്ട് കേട്ടോ. സാഗരങ്ങള് എന്താണ് അടുത്ത ട്രിപ്പ്. നിന്റെ മകളെ ഞാൻ കാണാവോ? അതായത് ഓൾറെഡി കഴിഞ്ഞിട്ടില്ല പറഞ്ഞാല് റെഡി ആയതുകൊണ്ട് നിൽക്കുകയാണ്. ഓല് ഡാൻസ് പഠിക്കണ വീട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്ന് നൈസായിട്ട് പുറത്തേക്ക് ഇടണം വണ്ടി. പുറത്തേക്ക് ഇട്ടിട്ട് വെറുതെ അവിടെ നമുക്ക് 1-2 ലോക്കലൊക്കെ ഓടാം അല്ലേ. പുതിയ പുതിയ ഉണ്ടാണേ സാറൊക്കെ ഉണ്ടോ? നല്ല രസമുണ്ട് രണ്ടാളെ കാണാം. എനിക്കാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ട്രിപ്പ്, കുട്ടീൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും തോന്നുന്നില്ല. പക്ഷേ നമുക്ക് ട്രിപ്പ് മുഖ്യം ബിഗിലാണ്. അപ്പം അതുകൊണ്ട് അവൾ കളിക്കട്ടെ, നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടൊക്കെ കാണാമല്ലോ, പ്രശ്നമല്ല. എന്താ വെച്ചാലേ നമുക്കൊരു ട്രിപ്പ് ഉണ്ട്. ഒരു ട്രിപ്പ് ഇത് കുറേ ഇതിനോട് രാവിലെ പറഞ്ഞതാണ്, ഞാൻ ഏറ്റ ട്രിപ്പാണ്. അപ്പോൾ ഓരോ കൊണ്ടുവിടൽ നിർബന്ധം. ചെക്കന്മാരെ നമ്മൾ വന്നിട്ടുള്ളത് വീതനശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഏതാണ്ട് 250 രൂപയുടെ ട്രിപ്പായിരുന്നു. അപ്പോൾ അവർ പൈസ തന്നിട്ടുണ്ട്, 250 രൂപ കറക്റ്റ് വാടക. അതവർ കൊടുക്കുന്നത് അത്ര തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊന്നും യാതൊരു പ്രശ്നമല്ല. ആര്യൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ സമയം 8:15. ഞാൻ അവിടേക്ക് എത്തുമ്പോഴത്തേനും ഇവിടെ ഏതാണ്ട് 10-12 കിലോമീറ്റർ പോകുന്നേ. ഇത്രയും ദൂരം മടങ്ങി പോകണ്ടേ. അപ്പോഴേക്ക് എന്തായാലും ഒരു 10-20 മിനിറ്റ് ആവും. കാരണം ചെറിയ വഴിയാണ്, നാട്ടുമ്പുറാണ്, കുറച്ച് ഉള്ളാണ്. ഞാൻ വീണ്ടും നാട്ടില് പരിപാടിക്കെല്ലാം എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ ഉദ്ഘാടന പരിപാടിയൊക്കെയാണ്. വെറുതെ ഇവിടെ നിന്നോ കാല് കിട്ടുകയാണെങ്കിലോ. പരിപാടിക്ക് കുക്കൊക്കെ വന്നിക്കണേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതിലങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. കൂപ്പണൊക്കെ വാങ്ങിക്കണം, സമ്മാന കൂപ്പണ്. അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഗോൾഡ് കോയിനാണ്. ഗോൾഡ് കോയിൻ അല്ല, മോതിരാണ്, സ്വർണ്ണ മോതിരം. അത് ഞങ്ങൾ കൊണ്ടുപോകും. കൊണ്ടുപോകും. അപ്പോൾ ജനസാഗരമാണ് ഇവിടെ, ജനസാഗരം. പ്രസംഗം ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കണേ, കഴിഞ്ഞിട്ടില്ല. ഒരു പരിപാടി ആകുമ്പോൾ ഒരുപാട് സ്റ്റാളും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുക്കുവിൻ്റെ വക ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം അൻപന ചാനല. അപ്പോൾ ഞങ്ങൾ 2 ഐസ്ക്രീം അയക്കേരി പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. കുക്ക് വേഗം വാങ്ങേ. ഇവിടെ കണ്ടോ ഒപ്പന കുട്ടികളൊക്കെ റെഡി ആയിക്കണ്. ചൊറുക്കാള് സുഖല്ലേ? സുഖല്ലെങ്കിൽ ഐസിനെന്നാ ഐസ്ക്രീമിന്. ജംഷിദ് മഞ്ചേരിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ. താട്ടം മെയിൻ കാണോ, വെയിറ്റിങ്ങിലാണ് ഞങ്ങളെല്ലാവരും. എല്ലാവരും വെയിറ്റിങ്ങിലാണ്. നടന്നോട്ടെ. ആരും പോലെ
എത്തിയിട്ടാ. അങ്ങനെ സൂര്യേട്ടനൊരു പാട്ട് പാടണ്ടാണ്. ഞങ്ങളുടെ നാടിൻ്റെ ഗായകനാണ് കേട്ടത്. എന്തൊക്കെയായാലും ഞങ്ങളെ അഭിമാനമാണ്. ഇത് റെക്കോർഡിങ്. മുറ്റത്തെ മുല്ലേക്കുമാണല്ലോ. ലാസ്റ്റ് പാട്ട് പാടൂലേ? പാടണം. സൂര്യേട്ടനാണ്. സൂര്യേട്ടൻ ലാസ്റ്റ് പാട്ട്. ഞാൻ നിൽക്കാൻ കാരണമായിട്ടുള്ള ആളുകളിൽ പെട്ട ആളുകളാണ് നിങ്ങൾ എല്ലാവരും. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥന കൊണ്ടൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സകല 2026 എന്ന ഈ മനോഹരമായ പരിപാടി നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ പരിപാടികൾ ഒരുപാട്. അപ്പൊ കളി കഴിഞ്ഞൂല്ലേ? ശരിക്കും കളിച്ചു എന്നല്ല പറഞ്ഞേ? കളിച്ചില്ലേ? ആ സാറായി അല്ലേ? അപ്പോൾ ഞാൻ തന്നെ ഒരു 6 അടുത്ത് ഓടിയിരിക്കണം. കറക്റ്റ് അറിയില്ല, എന്താ 900 കഴിച്ചിരിക്കണം. 6 കഴിഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും ഓടിയിട്ടുണ്ടാവുക. അവനെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ പിന്നെ വരാം. ഗുഡ് നൈറ്റ്.